പുറത്തേക്ക് വന്നിട്ടേ ഇല്ല. ഇവൻ പോയ പിന്നെ ഇവൻ പതുക്കെ നടന്നു പോകും. ഇവൻ 10-ാം തീയതി ഇവിടെ വന്നു. അവനുമായിട്ട് 10-ാം തീയതി പണം കതവ് തുറന്നില്ല. പറഞ്ഞപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവർ രണ്ടുപേർക്കും അവർ പോയിട്ട് ഇന്നലെ ഇവളെയും വിട്ടിട്ട് ആ പയ്യൻ ഇവനെയും വിട്ടിട്ട് വന്നു. കോർപ്പറേഷൻ വന്നിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ കതവ് തുറന്നു എവിടെ ഞാൻ കോർപ്പറേഷൻ പറഞ്ഞു. അപ്പൊ കുട്ടിയിട്ട് എനിക്ക് ഓണറുടെ നമ്പർ വേണം. ഇവൾ ചോദിച്ചു ഓണറുടെ നമ്പർ വേണം. അപ്പൊ ഓണറുടെ നമ്പർ വേണം പറഞ്ഞപ്പോ ഞാനിവിടെ ശ്ലോകം പറഞ്ഞുകൊണ്ടിരുന്നു വിശ്വസനാമ. അപ്പൊ അതിലേന്ത് ഫോണ് എടുത്തിട്ട് ഓണറുടെ നമ്പർ കൊടുക്കാൻ വേണ്ടി കതവ് തുറക്ക വേണ്ടാൻ പറഞ്ഞു. എന്റെ പേര് തെറ്റാണ് സാറേ, എന്നാൽ വഴിയായിട്ട് പറഞ്ഞാൽ മതി. എന്റെ മകൻ എന്നെ കടി കിട്ടാതിരിക്കും. കഥവ് തുറന്നിട്ട് ഒരു സെക്കൻഡാണ് എങ്ങനെ അറിയില്ല. ഇവർ രണ്ടുപേരും തട്ടി മാറ്റി. ഇവനും ഇന്നൊത്തനും തട്ടി ഒരു മാറ്റി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവർ നല്ലവരാണ്, ഇവളാണ് ചട്ടൈ വിചാരിച്ചു. ഇവർ രണ്ടും കള്ളത്തനമാണ് വന്നിട്ടുണ്ടോ വിചാരിച്ചു. അതല്ല, ഇവരെ തട്ടി മാറ്റി എന്നെ ഇങ്ങനെ വായ പൊട്ടി അമക്കി ഇങ്ങനെ സ്പീഡാ കൊണ്ടുപോയി അടിയോട്ടടി കണ്ണത്തിലെയും മുഖത്തിലെയും അടിച്ച് കണ്ണാടി പൊട്ടിച്ച് തലയെ പിടിച്ച് വലിച്ച് ഇഴുത്ത് ഇത് പൊട്ടിച്ച് ഇങ്ങനെ വളരെ ഊരാൻ പറ്റില്ല. ഇങ്ങനെ ഊരെടുത്ത് ഇങ്ങനെ പൊട്ടിച്ചെടുത്തു. അപ്പൊ ഇവിടെ കിടന്ന കണ്ണാടി പൊട്ടിപ്പോയി. എന്നാദ്രോഗം ചെയ്തു. രണ്ടുപേർ മാറി ഇവനും അവനും. ഇവരെണ്ടും പോയില്ല. ഇവരുടെ വരവേണ്ടേ? അവരടിച്ചപ്പോ അവർ അകത്തേക്ക് തന്നെ പോയി. അപ്പൊ ഇവരെ കള്ളന്മാരാണ്. ഇവരെന്താ ചെയ്തു? ഇവരെണ്ടുപേരും തട്ടിവിട്ടു. അവൻ വന്നവണ് ഇവനും ഇന്നൊത്തനുമായിട്ട് ഒരു കുട്ടിയാണ് ആളാണ്. ഇവർ രണ്ടുപേരും തട്ടിവിട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവർ നേരത്തെ വന്നവരല്ല, അപ്പൊ നല്ലവരാണ് വിചാരിച്ചു. അയ്യോ പറഞ്ഞപ്പോ പട്ടപ്പെടാൻ മാറി അടിച്ച് ഇങ്ങനെ അടിച്ചിട്ട് എന്നെ അവിടെ കൊണ്ട് തള്ളിവിട്ടിട്ട് വലിച്ച് പിടിച്ചെഴുത്തു. വളയിൽ ഇങ്ങനെ ഊരെടുത്തു വളയിൽ. അതിനകത്ത് ഇവിടെയാണ് കൊണ്ടുപോയി. ഇവിടെ ഈ ബെഡ്റൂമില് ഈ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് കൈമാറുകയും തുടർന്നാണ് ഈ ഇപ്പോൾ തിരുവനന്തപുരം മണക്കാട് മോഷണ കേസിലെ പ്രതികളുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുകയാണ്. മോഷണം നടന്ന ഫ്ളാറ്റിലാണ് തെളിവെടുപ്പ്. ഇപ്പോൾ സ്വർണം നഷ്ടമായ വയോധിക കവർച്ചയെക്കുറിച്ച് വിവരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. രജീഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രജീഷ്, അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ആ മോഷണത്തിന്റെ ഒരു നടുക്കം ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. തെളിവെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? വിവരങ്ങൾ. സംഭവം നടന്നതെന്ന് അവർ മോശം തന്നെയാണ് നടന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അവരുടെ വാക്കുകൾ അത് വ്യക്തമാണ്. കാരണം അവിടെ എത്തി ആരൊക്കെ എന്തൊക്കെയാണ് അവരെ ചെയ്തത്, മർദ്ദിച്ച കാര്യവും കയ്യിൽ നിന്നും സ്വർണ്ണം ആഭരണങ്ങൾ കൂടിയെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറോട് അവർ വിവരിച്ച് നൽകുകയാണ്. വിവരിച്ച് നൽകുന്ന തിരുവനന്തപുരത്ത് നഗരമധ്യത്തിൽ വയോധികയെ ആക്രമിച്ച് 10 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതികളുമായാണ് ഇപ്പോൾ മോഷണം നടന്ന ഫ്ളാറ്റിൽ തെളിവെടുപ്പ് നടക്കുന്നത്. മണക്കാട് മുക്കോലയിലെ അപ്പാർട്ട്മെന്റിലായിരുന്നു കവർച്ച. കോർപ്പറേഷൻ ജീവനക്കാരെന്ന് തെറ്റിദ്ധരിപ്പിച്ചെത്തിയ ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള സംഘമാണ് ഈ കവർച്ചയ്ക്ക് പിന്നിലുള്ളത്. രജീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രജീഷ്, തുടരാം.
രജീഷ് കേൾക്കാമോ? കേൾക്കാം പറഞ്ഞോളൂ. കേൾക്കാം. നേരത്തെ നമുക്ക് ദൃശ്യങ്ങൾ കണ്ട പോലെ 4 പ്രതികളെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരാൾ കൂടി പിടിയിലാകാൻ ഉണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത് സംബന്ധിച്ച അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാന പ്രതികളെന്ന് കരുതുന്ന 4 പേരെ ഇതുവരെ അടക്കം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.